ഇന്ന് ഉത്രാടമൊക്കെ അല്ലേ, അപ്പൊ നമുക്കിന്നൊരു പാലട പായസം ഉണ്ടാക്കാം. എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പരിപ്പ് പായസം ഉണ്ടാക്കും, പാലട പായസം ഉണ്ടാക്കും. ഇത് ഇൻസ്റ്റന്റ് മേടിച്ചിട്ട് ഉണ്ടാക്കുക. നമുക്ക് ഇതങ്ങോട്ട് ഇട്ടുക, തിളപ്പിക്കുക, പാലിളപ്പിക്കുക, ഇതങ്ങോട്ട് ഇടുക, കുറുക്കിയെടുക്കുക. വേറൊരു പണിയില്ലല്ലോ, നല്ല സുഖമല്ലേ. അപ്പൊ ഇൻസ്റ്റന്റ് ആവുമ്പോ നമുക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണല്ലോ. അപ്പൊ നമുക്കിന്നൊരു ഉത്രാട പായസം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഓണരുചിയിൽ കാണിച്ച വിഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇഞ്ചിക്കറി, ഉള്ളിക്കറി, അങ്ങനെയുള്ള സംഭവങ്ങള്, പിന്നെ പായസം, പരിപ്പ് പായസം, പാലട മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നമുക്കൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് പാലട ഉണ്ടാക്കി. പാല് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് തിളപ്പിച്ചെടുക്കാമേ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ പാല് തിളച്ചു വരാൻ. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ചു വരും. അപ്പൊ അതേ നമ്മുടെ പാലൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാമേ. ഓക്കെ, ഈ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ട് തീ കത്തിച്ചു കൊടുക്കാം. ഇതിലെല്ലാം മിക്സഡ് ആണ് കേട്ടോ. അപ്പം നമുക്ക് കാഷ്യൂനട്ട് മാത്രം വേണമെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ഉണ്ടാവും, അത് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ കാഷ്യൂനട്ടും കിസ്മിസും വേണമെങ്കിൽ കുറച്ച് വറുത്തിട്ടാൽ മതി. പിന്നെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാമേ, ഒന്ന് തിള വന്നോട്ടെ. അപ്പം അതിട്ടോണ്ട് തിളയ്ക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പം തീ കുറച്ച് വെച്ചിട്ട് ഒരടപ്പ് വെച്ച് പതിയെ ഒന്ന് മൂടി കൊടുത്താൽ മതി. പതിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി തുറന്നു വെച്ചൊന്ന് മൂടി കൊടുക്കുക. അങ്ങനെ വെച്ചൊന്ന് മൂടി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തിളച്ച് തൂവിപ്പോവും. തീ കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. തീ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പാല് തിളച്ച് പൊന്തി വരും. അപ്പൊ ചെറു തീയിൽ നമ്മൾ വേവിച്ചെടുക്കും. പാലടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നല്ലോണം കുറുകി വരും. പിന്നെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് തിളച്ച് തൂവി പോകാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ തവി ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നും കൂടെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതേൽ തട്ടി കഴിയുമ്പം അതിനെ പൊന്താനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. എടുത്തു നോക്കുമ്പോൾ അടയൊന്നും കാണാനില്ലാത്ത പോലെ ഉണ്ടല്ലേ. അതായത് ഇത്രയും പറ്റിയാൽ മതി കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കുറി വരും. ഇപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്റർ മേലെ പാല് വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വാങ്ങിയിട്ട് അതിലേക്ക് നമുക്ക് കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. തീ നിർത്തി കൊടുക്കാം. ഇറക്കി മാറ്റി വെക്കാം കേട്ടോ. ചൂടാറാൻ ഇറക്കി മാറ്റി വെച്ച് കൊടുക്കാമേ. നമ്മുടെ സ്ഥിരം ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അതേ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ട് ഇത്തിരി കരിഞ്ഞു പോയി, സാരമില്ല. കഴിക്കുന്നവർ സദയം ക്ഷമിക്കുക. കഴിഞ്ഞിട്ടൊന്നുമില്ല, കളർ ഇച്ചിരി കൂടുതലായി പോയെന്നുള്ളു. നമ്മൾ ചുട്ട കപ്പലണ്ടി എടുക്കൂലേ,
ആ ടേസ്റ്റ് കേട്ടോ. നമ്മള് കപ്പലണ്ടി തീക്കകത്തിട്ട് ചുട്ട് തല്ലി പൊട്ടിച്ചെടുക്കൂലേ, അപ്പൊ അതിനൊരു ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി, നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. കുറച്ച് കരിഞ്ഞു പോയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഒക്കെ ഒരു കാലം കപ്പലണ്ടി ചുട്ടു തന്ന കാലം ഇടുക്കിയിലായിരുന്നപ്പോൾ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് ഓരോരോ മൂഡ് തോന്നും, അപ്പം നമ്മൾ കപ്പലണ്ടി ചുട്ട് തിന്നും. പിന്നെന്തുവാ, നമ്മുടെ പഴമില്ലേ, പഴം ചാരത്തിൽ പൊതിഞ്ഞ് വെച്ചിട്ട്, പിന്നെന്തുവാ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ചുട്ട് തിന്നുമായിരുന്നു. പിന്നെ കപ്പ ഇടയ്ക്ക് കൊണ്ടുപോയി ചാരത്തിൽ പൊതിഞ്ഞു വെക്കും, അങ്ങനെ അത് ചുട്ട് തിന്നും. അങ്ങനെ അപ്പത്തിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അതണ്ട ഇപ്പം നല്ല കൊഴുത്ത് വന്നു. ഇതാണ് കുടിക്കാൻ പാകം. ചൂട് ആറിയെന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് ആറിയിട്ടില്ല. ആവിയൊക്കെ ഇതുണ്ടോ, ആവിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ടേ. അപ്പം നീ നമ്മുടെ സ്ഥിരം പാത്രം വേണ്ടോ, പാലട. സ്പൂൺ എടുത്ത് ഇനി വലിയ തവി കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതാകുമ്പോൾ അതുകൊണ്ട് കോരി കുടിക്കുകയും ചെയ്യാലോ. സാധാരണ ഞാൻ ഇതിലും കുറുക്കിയെടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം പരിപ്പ് പായസം വെച്ചപ്പം അത് കുറുകിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായി വിനു. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് ലൂസാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം അതേ നമ്മുടെ പാലട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.